നമുക്കിന്ന് ഇറച്ചിക്കറിയുടെ രുചിയിൽ ഒരു പൊട്ടാറ്റോ കറി ഉണ്ടാക്കാം. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടത് 2 പൊട്ടാറ്റോ ആണ്. 2 വലിയ സൈസ് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് എണ്ണയിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കണം. ഇത് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ കുറച്ച് എണ്ണ മതി, ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. നല്ല ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിതെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ അതുവരെ ഒന്ന് വറുത്തെടുക്കുക. ഇപ്പം നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കാം. ഇനി നമുക്കിതേ സെയിം എണ്ണയിൽ തന്നെ ആദ്യം ഒരു സവോള വഴറ്റിയെടുക്കുക. ആ സവോള, തക്കാളി, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പം ആദ്യം തന്നെ ആ എണ്ണയിൽ തന്നെ നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കാം. അതും ഒന്ന് മണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് ബ്രൗൺ ഒന്നും ആവണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതും ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ വേണം. 1.5 ടീസ്പൂണോളം ചില്ലി പൗഡർ, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി 1.5, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 2 നുള്ള് ഗരം മസാല, പിന്നെ ചിക്കൻ പൗഡറോ അല്ലെങ്കിൽ മീറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അത് ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് പച്ചമണമൊക്കെ പോകണ വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ട ഗ്രേവി, നമ്മൾ എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഓൾറെഡി ഇതൊക്കെ വെന്തതാണ് പൊട്ടാറ്റോ, അതുകൊണ്ട് ഒരു ജസ്റ്റ് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ആവും. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നല്ല കറിയൊക്കെ നന്നായിട്ട് വെന്ത്, പൊട്ടാറ്റോ ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. കറിയും കുറച്ച് ഗ്രേവി ആയിട്ട് കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു പൊട്ടാറ്റോ കറി.